ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഡോളീസ് വേൾഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമുക്ക് അടിപൊളി ഒരു ചക്ക കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ചക്കയാണ്. പക്ഷേ ചക്ക സൂപ്പറാണ്, ചക്ക കഴിക്കാനൊക്കെ സൂപ്പറാണെങ്കിലും ഇതൊന്ന് എടുത്ത് ഒന്ന് റെഡിയാക്കി കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. ഈ ചക്ക വെട്ടാനും പിന്നെ കയ്യിലരക്ക് പറ്റുന്നു, പിന്നെ ഇത് ചെറുതായിട്ട് മുറിച്ച് അതിന് ചക്കച്ചുളയൊക്കെ എടുത്ത് ഭയങ്കര ഒരു ടാസ്ക്കാണ് സത്യത്തിൽ ഈ ചക്കയുടെ പരിപാടി. പക്ഷേ ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ. പക്ഷെ പരിപാടി ഒറ്റയ്ക്കാണെങ്കിൽ ഭയങ്കര പ്രയാസമാണ്. ഇപ്പം ഞാനിവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് ഭയങ്കര പ്രയാസമാണ്. കൊച്ചാനുണ്ടെങ്കിലും അത്രയ്ക്ക് എൻ്റെ പരിപാടിയൊന്നും അറിയില്ല. എനിവേ എന്തായാലും പറഞ്ഞ് ചെറുതായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തത് ഞാൻ തന്നെ കട്ട് ചെയ്തു. ബാക്കി ചെറുതായിട്ടൊക്കെ കട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഒന്ന് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ ഇത് നിറയെ ചുളയുള്ളൊരു ചക്ക ഇതാണേ നോക്കി. അത് പിന്നെ ഞാനെല്ലാം എടുത്ത് കറക്റ്റായിട്ട് കുറച്ചെല്ലാം എടുത്ത് അരിഞ്ഞു വെച്ചേ. ഇനി നമുക്കിത് എളുപ്പത്തിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ചക്ക നമുക്ക് ഇഷ്ടമാണെങ്കിലും എടുക്കാനൊക്കെ പ്രയാസമാണ്, ഒക്കെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം നമ്മൾ എളുപ്പത്തിൽ കുക്കറിലാണ് ഈ ചക്ക വേവിക്കുന്നത്. അപ്പം നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്യാം. മീൻസ് ഫ്ലാറ്റിൽ താമസിക്കുന്നവരും ഒറ്റയ്ക്ക് താമസിക്കുന്നവരും ഗ്യാസിലൊക്കെ വെക്കുന്നവർക്ക് ഏറ്റവും എളുപ്പമാണ്. അപ്പം നമ്മളിത് ചക്ക കുക്കറിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് അരപ്പ് എടുത്തിട്ടുണ്ട്. തേങ്ങായും കാന്താരി, കുറച്ച് ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾ, ഇത്രയാണ് നമ്മൾ അരയ്ക്കാനെടുത്ത്. പിന്നെ നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ആവശ്യത്തിന് വെള്ളം ഞാനിപ്പം ഒരു 2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു 3 വിസിലൊക്കെ കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് വേകും. ഓക്കെ, അങ്ങനെയാണ് ഞാനിത് കുക്കറിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രം എനിക്ക് കുറച്ച് സമയം ലാഭം കിട്ടി. എനിവേ കുക്കർ എന്തായാലും 3 വിസിൽ കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ എടുത്തു. കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. നല്ലതായിട്ട് കുഴയുന്ന ചക്കയായിരുന്നു. അടിപൊളിയാണ്, കണ്ടില്ലേ കളറൊക്കെ അടിപൊളിയാണ്. അപ്പം ഞാനിത് നന്നായിട്ട് ഈ തവി വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. പിന്നെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചക്ക കഴിക്കൂല. ഇവിടെ എല്ലാവരും കടു വറുത്തിട്ട്, എല്ലായിടത്തും അങ്ങനെയാണോന്ന് എനിക്കറിയില്ല, കടു വറുത്ത് നമ്മൾ തേങ്ങയിടിട്ട് വറുത്തിട്ടാണ് ചക്ക ഇവിടെ കഴിക്കുന്നത്. അപ്പം അതിന് വേണ്ടി നമ്മൾ വറ്റൽമുളകും, അതായത് കടു വറുത്തിട്ട് അതിലോട്ട് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ഒന്ന് മൂക്കുമ്പോൾ വറ്റൽമുളക് ഇട്ടു, കടുകിട്ടു, കൊച്ചുള്ളി, കറിവേപ്പില, ഇതെല്ലാം പിന്നെ തേങ്ങ ഇട്ടിട്ട് നന്നായി മൂപ്പിച്ചിട്ട് നമ്മുടെ ചക്ക എടുത്ത് ഇതിലിട്ട് ആ വെളിച്ചെണ്ണ ഇതെല്ലാം കൂടെ ചേർന്ന് നല്ലൊരു സ്മെല്ല് വരുവേ. ഭയങ്കര എന്താ പറയുക, തേങ്ങ വറക്കുന്ന നല്ലൊരു സ്മെല്ല്. അത് ഈ ചക്കയും എല്ലാം കൂടി ഇട്ട് കുഴയ്ക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ചക്ക റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് എന്തായാലും ചക്കയും കഞ്ഞി, പിന്നെ മാങ്ങയുണ്ട്, കടുമാങ്ങ, പിന്നെ നല്ല ചമ്മന്തി, ഇത്രയാണ്. അപ്പം എല്ലാവർക്കും ഒരുപാട് കൊതി വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതാണ് ഇത്രയും വലിയ ചക്ക മുഴുവനും ഞങ്ങൾ വേവിച്ചൊന്നും ഇല്ല. 2 കവറിലാക്കി കുറേശ്ശെ ആയിട്ട് 2 പ്രാവശ്യം എടുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്രീസർ വെച്ചാൽ ഒത്തിരി നാൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും, നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ആവശ്യാനുസരണം എടുക്കുകയും ചെയ്യാം. പിന്നെ കുറച്ച് നമ്മൾ വറക്കാൻ വേണ്ടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വലിയൊരു ചക്കയല്ലായിരുന്നു, അപ്പോൾ ഇത് നമ്മൾ കുറേശ്ശെ ആയിട്ടിട്ട് വറക്കുവാണേ. ചക്ക വറുത്തതും ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഇത് നല്ല കളറുള്ള ചക്കയായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തായിരുന്നു. എന്നാലും ഇത് നമ്മുടെ കറക്റ്റ് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഉപ്പൊഴിച്ച് ഇട്ട് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ചക്ക കിട്ടിയാൽ നമ്മൾ കുറേശ്ശെയായിട്ട് എടുത്ത് പല രീതിയിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. പിന്നെ ഇതുപോലെ വറുത്തെടുത്ത് വെക്കാം. വറുത്ത ചക്ക അറിയാമല്ലോ, സൂപ്പർ, ഭയങ്കര ടേസ്റ്റിയാണ്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ബൈ.